ഹായ് ആർമീസ്, ഞാൻ സൂസന് വേണ്ടി 90th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പഴയതുപോലെ റെഗുലറായിട്ട് എപ്പിസോഡൊക്കെ ഇടാം. പിന്നെ ഈ എപ്പിസോഡ് നല്ല ലെങ്ത്ത് കുറവാണ്. ഈ മാസം ഇടാൻ പോണ എപ്പിസോഡൊക്കെ ലെങ്ത്ത് കുറവായിരിക്കും. കാര്യം മാസം ഫുൾ എനിക്ക് തിരക്കാണ്, നിന്ന് തിരിയാൻ സമയമില്ല. അപ്പോൾ എപ്പിസോഡ് ഇടാതിരിക്കുന്ന കാര്യം ഭേദം ലെങ്ത്ത് കുറവാണ്, എപ്പിസോഡ് ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കണ്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ്. Not rocket science, cause I'm a whiz kid. It's fire, fire. Fires up the galaxy, up in this. I'll be rolling like you like this. Not rocket science, cause I'm a whiz kid. Fire. On the night out, I'm on the high cloud. വീരേഷി നീ കടന്നു, ഞാൻ പോരാം. ലച്ചു, നീ എന്നെ ഒരു കൊല്ലുവാണോ? ഞാൻ ചെയ്തോണ്ടിരിക്കുന്നതൊക്കെ ശരിയാണോ? എന്റെ ഭാര്യ ഇവിടെ ഇരുന്ന് കളിയായിരുന്നു. നിന്റെ മറ്റവരെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും നീ ഇപ്പൊ ഇവിടെ ഇരുന്നേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ മോൾക്ക് അവന്റെ കാര്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ എൻ്റെ പാർത്തേട്ടനെ വേണ്ടെന്ന് വെച്ചു. നിങ്ങളെ കെട്ടണമെന്ന് പറഞ്ഞ് അതും ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ കാര്യം എപ്പം ചെയ്യും? എനിക്കെന്തായാലും ഒരു തന്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് പറഞ്ഞ സമയത്ത് പാലിച്ചിരിക്കും. അവൻ നിന്നെ വേണ്ടെന്ന് വെച്ച് വേറൊരുത്തി കെട്ടി, എന്നിട്ട് നിനക്ക് അവളുടെ സ്നേഹത്തിന് ഒരു കുറവുമില്ലല്ലോ. സത്യം പറയുവാണെങ്കിൽ അവൻ നിന്നെ മറന്നടി. നീയാ ചുമ്മാ അവനോർത്തിരിക്കുന്നത്. എൻ്റെ പാർത്തേട്ടൻ എന്നെ മറക്കാൻ പറ്റില്ല. എനിക്കെൻ്റെ പാർത്തേട്ടനെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും. നീ അവനെ സ്നേഹിക്കും, അവൻ നിന്നെ സ്നേഹിക്കും, എന്തെങ്കിലും ആയിക്കോ. പക്ഷെ മോളൊരു കാര്യം കാതു തുറന്ന് കേട്ടോ. നീ ഇത് തൊട്ട് എന്റെ പ്രോപ്പർട്ടി, എന്റെ മാത്രം പ്രോപ്പർട്ടി. നിന്നിൽ എനിക്ക് മാത്രം അവകാശമുള്ളൂ. അതിന് തൊട്ട് അങ്ങനെ ആയിരിക്കും. സ്വന്തം കൂടെ പറഞ്ഞ സഹോദരനോട് വൈരാഗ്യം വീട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്ത നിങ്ങളോട് പ്രണയത്തെപ്പറ്റിയും പ്രണയത്തിന്റെ ശക്തിയെപ്പറ്റിയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. അതെല്ലാം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കണം. നിങ്ങൾക്കൊക്കെ ആരോട് പ്രണയം തോന്നാനല്ലേ? മറ്റുള്ളവരുടെ സന്തോഷം നശിപ്പിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അത് മാത്രം നിങ്ങൾ ഇത്ര കാലം ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കാൻ പറ്റുമായിരിക്കും, മറ്റു പലതും ചെയ്യാൻ പറ്റുമായിരിക്കും. ഭാര്യ എന്ന ഭാഷയുടെ പേരിൽ നിങ്ങൾക്ക് എന്തും കാട്ടിക്കൂട്ടായിരിക്കും. പക്ഷേ അതൊക്കെ കൊണ്ട് നിങ്ങൾ ജയിച്ചെന്ന് ഒരിക്കലും കാര്യത്തില്ല. നിന്റെ സ്പീച്ച് കൊള്ളാം. പ്രണയം, പ്രണയത്തിന്റെ ശക്തി. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സന്തോഷം നശിപ്പിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല അറിയുള്ളൂ. ആടി, എനിക്ക് അതേ അറിയുള്ളൂ. ഇനി ഞാനത് തന്നെ ചെയ്യാൻ പോകുന്നത്. പിന്നെ അവരെ നിന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു ഈ പ്രണയവുമായില്ല അവിടെ തീരത്തില്ലേ? പാർത്തേട്ടനെ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ തികളെ കൊണ്ടല്ല ദൈവം നമ്മളെ വിചാരിച്ചാലും അത് നടക്കില്ല. പട്ടേക്ക് നിങ്ങളത് ചെയ്ത് കാണിക്കുക. ഓ, വെല്ലുവിളിയാണോ? എന്നാ പിന്നെ നിന്റെ മനസ്സിൽ നിന്ന് അവരെടുത്ത് കളഞ്ഞിട്ടേ കാര്യമുള്ളൂ. എന്റെ പോളിസി അനുസരിച്ച് ആദ്യം ശരീരം, പിന്നെ മനസ്സ്. അവൻ നിന്റെ ശരീരത്തേക്ക് തൊട്ട് കാണും, അതായിരിക്കും നിന്റെ മനസ്സ് മുഴുവനും. അതാദ്യമൊക്കെ എടുത്ത് കളയാം. അവനെ കൈ ബെറ്റർ ചെയ്യാൻ നിൽക്കുന്നത് തെളിയിച്ചാരാടി.
വിടുക. എന്റെ ജീവിതം കഴിയില്ല. വിടട്ടെ. ഞാനത് തൊട്ടപ്പത്തന്നെ ഇവിടെ കിടന്ന് കാറി പൊളിക്കുവാണല്ലോ. അപ്പൊ ഞാൻ ബാക്കി കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യൂടി? ഇനി തൊട്ട് എന്നോട് ഉണ്ടാക്കാൻ വരുമ്പോ ഒന്നും കൂടെ ആലോചിക്കണം. അത് വാക്ക് കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും. പോളിപ്പോ കയറിക്കൊണ്ട് ഉറങ്ങുക. എനിക്കിനെ കിടന്ന് ഉറങ്ങാൻ പറ്റിയിടത്ത് വരും. ഇതും പറഞ്ഞ് ത്രിലോക് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതെല്ലാം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കണം. നിങ്ങൾക്കൊക്കെ ആരോടും പ്രണയം തോന്നാറില്ലേ? മറ്റുള്ളവരുടെ സന്തോഷം നശിപ്പിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മാത്രം നിങ്ങൾക്ക് അറിയുള്ളൂ. അത് മാത്രം നിങ്ങൾ ഇത്ര കാലം ചെയ്തിട്ടുള്ളൂ. ഹലോ ജെറിൻ, ആ ത്രിലോക്, അവിടെ എന്തായി കാര്യങ്ങളെല്ലാം? ഇവിടെ ലോക്യ. നീ എപ്പോൾ പറയുന്നു അപ്പം പ്ലാൻ സ്റ്റാർട്ട്. ഗുഡ്. ഇവിടെ ലോക്യ. കാരണം ഞാൻ കൊടുത്ത പൈസ മേടിച്ച് കുടുംബത്തെ അങ്ങോട്ട് ഈ നാട് തന്നെ വിട്ടു. ഇനി അവരെ ഭാഷയിട്ട് നോക്കിയാലും കാണാൻ പറ്റില്ല. ഇവിടെയും ജേക്കബ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ നല്ല പൈസ ഓഫർ ചെയ്തപ്പോൾ അവന് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോ നമ്മൾ കൊടുത്ത പൈസയും മേടിച്ച് അവന്മാരെ നാട് വിട്ടു. ഇനി അവന്മാരെ ഭാഷയിട്ട് നോക്കിയാലും കാണാൻ പറ്റില്ല. അപ്പോ ഇനി നമുക്ക് കളത്തിക്കറി കളിക്കാൻ അല്ലേ? ഞാൻ നിന്നോട് പെട്ടെന്ന് തന്നെ പറയാം. അപ്പോ നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തേക്ക്. ആ ത്രിലോക്, നീ പറയുമ്പോൾ എല്ലാം ശരിയാക്കിയേക്കാം. പിന്നെ ഇന്നെൻ്റെ മാരേജ് ആയിരുന്നല്ലോ, എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ മനഃപൂർവ്വം വരാതിരുന്ന. ഞാനിവിടെ വന്ന് ആർക്കെങ്കിലും ഡൗട്ട് അടിച്ചാലോ, അതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പോൾ ഹാപ്പി മാരേജ് ലൈഫ്. താങ്ക്സ്. എന്നാ ശരി, പോയി അടിച്ച് പൊളിക്കും. ഗുഡ് നൈറ്റ്. ആ ശരി, ഗുഡ് നൈറ്റ്. ഭാരത്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തണമെന്ന് കരുതിയിട്ടല്ല. പക്ഷെ എനിക്കത് ചെയ്തേ പറ്റൂ. ലക്ഷ്മിക്ക് കൊടുത്ത വാക്കും പിന്നെ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കത് ചെയ്തേ പറ്റൂ. പക്ഷെ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിനക്കായിട്ടുള്ള അടുത്ത പണി ഞാൻ എന്തായാലും ഒരുക്കുന്നുണ്ട്. വീനു, നീ ഓക്കെ അല്ലേ? അവൻ നിനക്ക് ചെയ്തൊന്നുമില്ലല്ലോ അല്ലേ? നീ ഓക്കെ ആണോ? ഞാൻ ഓക്കെ. എനിക്ക് ഒരു കുഴപ്പമില്ല. ചേട്ടൻ എന്താ പറ്റിയേ? എനിക്കെന്ത് പറ്റാൻ? എനിക്കൊന്നുമില്ല. ഒന്നുമില്ലേ? ഓ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ രണ്ടിതിനെ 2 മണിക്കാക്കിയതാന്ന് കരുതിയതാണ്. പക്ഷേ അതെൻ്റെ തെറ്റിദ്ധാരണയായിപ്പോയി. എന്ന് പറഞ്ഞ് ഇവർ 2 മണിക്കാക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ ആക്കാതിരുന്ന എങ്ങനെ ശരിയാവുക? മീനാക്ഷി, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അത് ത്രിലോകത്തോട് സംസാരിച്ചുകൊണ്ട് നേരം കൂടെ എഴുന്നേറ്റ് കണ്ടമാരോട് ചിലച്ചോണ്ട് നിൽക്കാതെ സ്വന്തം ഭർത്താവിന് ചായയിട്ട് തന്നെ ഒന്ന് തിന്നാൻ മുതൽക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? മോളൊരു കാര്യം ചെയ്യും, അടുക്കളയിൽ പോയി എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് നമ്മുടെ റൂമിലേക്ക് വാ. നീ ഇന്നലെ മീനാക്ഷിയെ ഞാൻ എന്തെങ്കിലും ചെയ്താലോ എന്നോട് ടെൻഷൻ അടിച്ച് കൊണ്ട് ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇന്നലെ അടിച്ചു പൊളിച്ചു.
മീനാക്ഷി സോ ഗുഡ് എവരിത്തിങ്. ഇത് ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇത് നിനക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പാർത്ത്, എന്താ ത്രിലോകത്തിന് ദേഷ്യം വരുന്നുണ്ടോ അവളെ പറ്റി പറഞ്ഞപ്പോ? ചിലതിനെ പറഞ്ഞു തുടങ്ങിയതല്ലോ, ഇനി എന്തോരം പറയാൻ കിടക്കുന്നു. പിന്നെ ഇന്നലത്തെ നൈറ്റ്, ഓ എനിക്ക് പറയാൻ വാക്കുകളില്ല. നിന്റെ മീനു അവൾ അത്ര സൂപ്പറാണ്. വെറുതെ അല്ല നീ ഇത്ര നാളെ വെച്ചോണ്ടിരുന്നതെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. ഞാനിപ്പോ പറഞ്ഞൊരു ചേഞ്ച് ഉണ്ട്. നിന്റെ മീനു അല്ല, എന്റെ മീനു. ഇപ്പോ അവൾ എന്റെയാണ്. നീ പറഞ്ഞതെല്ലാം ശരിയാ. മീനു ഇസ് സോ ഗുഡ് എവരിതിങ്. ബട്ട് ഇന്നലത്തോടെ ആ കാര്യത്തിൽ എനിക്ക് മാറ്റം വന്നു. നീ ചോദിച്ചില്ലേ ഞാൻ ഇന്നലെ മീനുവിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച് കിടന്നുറങ്ങിയിരുന്നു. ശരിയാ, ഞാൻ ഇന്നലെ രാത്രി കൂടെ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങിയത്. പക്ഷെ മീനുവിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിട്ടല്ല കേട്ടോ. ഞാൻ ഇന്നലെ ഫസ്റ്റ് നൈറ്റ് ആഘോഷത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനും അവളെ എപ്പോഴാ ഉറങ്ങിയത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് ആഘോഷത്തിന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ അറിയാം. എന്തുകൊണ്ടും മീനുവിനെക്കായും എല്ലാത്തിനും ബെറ്റർ ലച്ചു തന്നെയാ. എന്നാ ശരി പാത്തു, ഞാൻ റൂമിലേക്ക് പോട്ടെ. ഇന്നലത്തെ ഉറക്കം തീരെ ശരിയായല്ലോ, ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം. നിർമ്മല, എന്താ അമ്മ? നിർമ്മല, നിനക്കറിയോ ഇന്നലെ ലച്ചും ത്രിലോകം ഭാരത മീനും ഒക്കെ എവിടെ കിടന്നുറങ്ങിയെന്ന്? ലച്ചു ത്രിലോകിന്റെ റൂമിലും ത്രിലോക് ബാൽക്കണിയിലും, മീനു ഭാരതിന്റെ റൂമിലും പുറത്ത് ഗസ്റ്റ് റൂമിലും. ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ ഉള്ളൂ. ഞാൻ അന്നാരെ പറഞ്ഞതാ ഈ പിള്ളേരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഇവരൊക്കെ വിളിച്ചിട്ട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ നിങ്ങളൊന്ന് പിടിച്ച് കെട്ടിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നിർമ്മല, നിനക്കൊന്നും പറയാനില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നീതിന്റെ അമ്മായിപ്പെ കൂടി ചേർന്ന് ചെയ്തല്ലേ ഇതെല്ലാം. അപ്പൊ നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഞാനൊന്നും പറയുന്നില്ല. അമ്മ, ദേവേട്ടൻ പറഞ്ഞപ്പോ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എടുത്തു ചാടി. നിർമ്മല, അവൻ പറഞ്ഞത് നീ കാര്യാക്കണ്ട. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നില്ല, നീ അതുപോലെ ഞാൻ കേട്ടേച്ചാൽ മാത്രം മതി.